റിപ്പോർട്ടർ ഈവനിംഗ് ഇലക്ഷൻ ബ്രേക്കിംഗ്. പശ്ചിമേഷ്യൻ യുദ്ധം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് അവധിയെടുത്ത് വോട്ട് ചെയ്യാൻ എത്തിയിരുന്ന പ്രവാസി വോട്ടർമാർക്ക് വ്യോമപാതകൾ അടച്ചതിനാൽ ഇത്തവണ നാട്ടിലെത്താനാകില്ല. പ്രവാസി വോട്ടുകൾ നിർണായകമായ മണ്ഡലങ്ങളിൽ മുന്നണികൾക്ക് ഇത് കനത്ത തിരിച്ചടിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും പ്രവാസി വോട്ട് നടപ്പിലാക്കണമെന്നാണ് അവരുടെ ആവശ്യം. പ്രവാസികൾക്ക് വിദേശത്തു തന്നെ വോട്ട് ചെയ്യാൻ അവസരം നൽകണമായിരുന്നുവെന്ന് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ സൈനുലാബ്ദീൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഈ സമവാക്യങ്ങൾ തെറ്റിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകിച്ച് ഒരാൾ ജയിപ്പിക്കുക എന്നതല്ല. പ്രവാസികൾക്ക് വോട്ടവകാശം വന്നല്ലോ, കിട്ടിയല്ലോ. അപ്പോൾ പ്രവാസികളുടേതായ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അതായത് എയർ സർവീസിൻ്റെ ആയിരുന്നാലും ടിക്കറ്റ് നിരക്കിൻ്റെതായിരുന്നാലും ഈ വോട്ടവകാശത്തിൻ്റെ ആയിരുന്നാലും അതായത് സ്കോളർഷിപ്പിൻ്റെതായിരുന്നാലും നിരവധി ആവശ്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വിലപേശി സംസാരിച്ച് വാങ്ങാൻ സാധിക്കും എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഒരിക്കലും ചിന്തിക്കാതെ ഈ പശ്ചിമേഷ്യയിലെ ഈ പ്രയാസങ്ങൾ വരുന്നത്. ഇപ്പോഴേ മറ്റ് വിദേശ ലോകത്തുള്ള പലരും ഇലക്ഷൻ വരുമ്പം 5 വോട്ടിന് വരെയും ഇവിടെ ഇന്ത്യയിലും ഇവിടെ പള്ളൂരൊക്കെ ബോക്സ് വെച്ച് ഇലക്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ആളുകൾ പ്രവാസ ലോകത്ത് UK യിലും US ലും അതുകൂടാതെ GCCയിലും ഉണ്ടായിട്ട് ഇന്ന് വരെ അങ്ങനെ സിസ്റ്റം വന്നിട്ടില്ല. അടുത്ത 29ൻ്റെ ഇലക്ഷനിലേക്കൊക്കെ വരുമ്പം അതെന്തായാലും ഒന്നുകൂടി നമുക്ക് സംസാരിച്ച് ഇവരെയൊക്കെ ബോധ്യപ്പെടുത്തി ചെയ്യാൻ സാധിക്കും. ഏറ്റവും വലിയ പ്രയാസം അവിടെ 2 വർഷം കൂടി ആളുകൾക്ക് നാട്ടിൽ വരാൻ കഴിയാത്തൊരവസ്ഥയാണ് ഈ എയർ ഫെയർ കൊണ്ട്. 300-400 റിയാലിന് ഓടിക്കൊണ്ടിരിക്കുന്നിടത്താണ് 2000-2500 റിയാൽ ഈ സീസണിൽ മേടിക്കുന്നത്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. രഞ്ജിത്ത്, ഇത്തവണ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം, വ്യോമപാതകൾ അടച്ച പശ്ചാത്തലം, ഇനി അഥവാ ടിക്കറ്റ് കിട്ടുകയാണ് എങ്കിൽ അതിന് ഉയർന്ന നിരക്ക്, ഇങ്ങനെ പല പ്രതിസന്ധികളാണ്. സ്വാഭാവികമായും ഏത് ഇലക്ഷൻ കാലത്താണെങ്കിലും ലീവ് എടുത്ത് നാട്ടിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു പറ്റം പ്രവാസികളുണ്ട്. അവർക്ക് ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രവാസി വോട്ട് ഇപ്പോഴും സ്വപ്നമായി അവശേഷിക്കുകയും ചെയ്യുന്നു. മാധു, തീർച്ചയായിട്ടും നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന്റെ ചർച്ചകൾ, ചൂടേറിയ ചർച്ചകൾ അതുപോലെ നമ്മുടെ ദുബായിലും അതുപോലെ GCC കൺട്രികളിലുമൊക്കെ നടക്കുന്നത് നമുക്ക് നേരിട്ടറിയാൻ വേണ്ടി സാധിക്കും. കാരണം കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ അതേപടി വാർത്താ ചാനലുകളിലും അല്ലാതെയും ഒക്കെ അറിയുകയും അതിന്റെ ഭാഗമാവുകയും ചെയ്യുന്നവരാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. ആ പ്രവാസികൾ കൂട്ടത്തോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് വോട്ട് ചെയ്യാൻ എത്താറുണ്ട്. ഓരോ മണ്ഡലങ്ങളിലും പ്രവാസി വോട്ടുകൾ നിർണായകമായിരുന്നു. കോഴിക്കോട്ടും മലപ്പുറത്തും കാസർകോട്ടും കണ്ണൂരിലും മലബാറിൽ പൊതുവെ ഈ പ്രവാസി വോട്ടുകൾക്ക് വലിയ മുൻതൂക്കം ഓരോ മണ്ഡലത്തിലുമുണ്ട്. ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ നേരിട്ട് പ്രവാസികളെ ക്ഷണിച്ച് അവരോട് വോട്ടഭ്യർത്ഥിച്ച്, എങ്ങനെയാണോ നാട്ടിൽ വോട്ടഭ്യർത്ഥിക്കുന്നത് അതുപോലെ വോട്ടഭ്യർത്ഥിച്ച്, ചില സ്ഥാനാർത്ഥികൾ വിദേശത്ത് പോയി വോട്ടഭ്യർത്ഥിക്കുന്നവർ പോലുമുണ്ട്. അത്രത്തോളം സ്വാധീനമുള്ള മണ്ഡലങ്ങളും കേരളത്തിൽ മലബാറിലുണ്ട്. അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാസികൾക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്താൻ സാധിക്കില്ല എന്നുള്ള അത്യന്തം ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊക്കെ മണ്ഡലങ്ങളെയാണ് ഇത് സ്വാധീനിക്കുക? ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് പ്രവാസി വോട്ട് നിർണായക ഒരു സ്വാധീന ഘടകമായിരിക്കുന്നത്? മലബാറിൽ മിക്ക മണ്ഡലങ്ങളിലും പ്രവാസി വോട്ടുകൾ നിർണായകമാണ്. ഒരു 5000-നും 10,000-നും ഇടയിലൊക്കെ പ്രവാസി വോട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതിൽ തന്നെ വളരെ ചെറിയ ഭൂരിപക്ഷത്തിന്, നേരിയ മാർജിനിൽ UDF-ഉം LDF-ഉം അവിടെ അധികാരം മാറി മാറി കിട്ടുന്ന, ഉദാഹരണത്തിന് കുറ്റ്യാടി മണ്ഡലം, അവിടെ നിലവിൽ LDF-ന്റേതാണ്, കുഞ്ഞാമുദി മാഷാണ്. അവിടെ പാറക്കൽ അബ്ദുള്ള ഒരു പ്രവാസി പ്രതിനിധി കൂടിയാണ്. KMCCയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം മത്സര രംഗത്ത് വരുന്നത്, ഒരു തവണ MLA ആയത്. ആ മണ്ഡലത്തിൽ 5000-ത്തിലധികം പ്രവാസികളുണ്ട്. തൊട്ടടുത്ത് നാദാപുരം, അതുപോലെ പേരാമ്പ്ര, അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ തന്നെ പേരാമ്പ്രയിലും നാദാപുരത്തും കുറ്റ്യാടിയിലുമൊക്കെ അവിടെ വലിയ തോതിൽ പ്രവാസി വോട്ടുകളുണ്ട്. നാദാപുരത്തുണ്ട്. അതുപോലെ മലപ്പുറം ജില്ലയിലെ പ്രവാസി വോട്ടാണ് ഇത്തവണ ആശങ്കയുടെ തുലാസിൽ നിൽക്കുന്നത്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.